VS-നെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഓച്ചിറ ജംഗ്ഷൻ കഴിഞ്ഞ് ഇപ്പോൾ KPSC ജംഗ്ഷനിലേക്ക് വരികയാണ്. അവിടെയും ഈ കാണുന്നത് പോലെ ഒരു ജനക്കൂട്ടം അദ്ദേഹത്തെ കാത്തു നിൽപ്പുണ്ട്. അദ്ദേഹത്തിന് ഹൃദയാഭിവാദ്യങ്ങൾ നൽകാനായി, പ്രിയപ്പെട്ട സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി. ഇപ്പോൾ 17 മണിക്കൂർ പിന്നിടുകയാണ് ആ വിലാപയാത്ര. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞപ്പോൾ ദർബാർ ഹാളിൽ നിന്നും ആരംഭിച്ചതാണ് ആ വിലാപയാത്രയാണിപ്പോൾ 17 മണിക്കൂർ പിന്നിട്ട് കൊല്ലം കടക്കാൻ തുടങ്ങുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്കാണ് യാത്ര. അദ്ദേഹത്തിൻ്റെ മണ്ണിലേക്ക് കയറുകയാണ്. ഈ കേരളനാട് മുഴുവൻ VS-ൻ്റെ മണ്ണാണെങ്കിലും അദ്ദേഹം ജനിച്ചു വീണ ഇടം അത് ആലപ്പുഴയാണ്. അവിടേക്ക് എത്തുകയാണ് വിലാപയാത്ര. ഇപ്പോൾ KPSC ജംഗ്ഷനിലേക്ക് എത്തുന്നു. ഷമീറുണ്ട്. ഷമീർ, സേതുലക്ഷ്മി അല്പസമയത്തിനകം KPSC ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരമായുള്ള വാഹനം ഇപ്പോൾ ഓച്ചിറ പരിബ്രഹ്മ ക്ഷേത്ര സന്നിധിയിൽ ആണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഉള്ളത്. അവിടെ വലിയ ജനക്കൂട്ടമാണ് VS-നെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. അവർ പൂർണ്ണമായ ആളുകളെല്ലാം കണ്ടതിന് ശേഷം മാത്രമേ KPSC ജംഗ്ഷനിലേക്ക് വരൂ. അതായത് ഇതിന്റെ വേഗത വീണ്ടും കുറഞ്ഞിരിക്കുന്നു. നേരത്തെ കരുനാഗപ്പള്ളിയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ അല്പം വേഗത ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വേഗത വീണ്ടും കുറഞ്ഞിരിക്കുന്നു. അതായത് ആളുകളുടെ ബാഹുല്യം എല്ലാ സ്ഥലങ്ങളിലേക്കും വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതും ഈ പ്രതികൂല കാലാവസ്ഥയെ പോലും ആളുകൾ വകവെക്കാതെയാണ് VS-നെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഒഴുകിയെത്തുന്ന എല്ലാ സ്ഥലത്തും. ഇപ്പോൾ KPSC ജംഗ്ഷൻ പിന്നിട്ട് കഴിഞ്ഞാൽ അടുത്തത് കൃഷ്ണപുരമാണ്. കൃഷ്ണപുരം പിന്നിട്ട് കഴിയുന്നതോടുകൂടി ആലപ്പുഴ ജില്ലയിലേക്ക് VS-ന്റെ ഭൗതിക ശരീരം പ്രവേശിക്കും. അതായത് ആലപ്പുഴയുടെ ജന്മനാട്, അതായത് VS-ന്റെ ജന്മനാട്ടിലേക്ക് ഭൗതിക ശരീരം കടക്കും. അപ്പോൾ ഇതിലും കൂടുതൽ ആളുകളും വലിയ ജനത്തിരക്കും ഉണ്ടാകും. എന്തായാലും എല്ലായിടത്തും വലിയ തിരക്ക്. നമുക്കറിയാം, കഴിഞ്ഞ പുലർച്ചെ മുതൽ തന്നെ ആളുകൾ ഇത്തരത്തിൽ രാത്രി 8 മണി മുതൽ പാരിപ്പള്ളിയിൽ കാത്തു നിന്നവരുണ്ട്. അവരെല്ലാം 2 മണിക്കും വൈകിട്ട് 5 മണിക്ക് കാത്തു നിന്നവരൊക്കെ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് VS-ന്റെ ഭൗതിക ശരീരം കണ്ടത്. അവരുടെ എല്ലാം സൗണ്ട് ബൈറ്റുകളൊക്കെ തന്നെ നമ്മൾ നൽകിയതുമാണ്. അങ്ങനെ ഒരു വിപ്ലവകാരിയായ ഒരു സന്ധിയില്ലാ സമരം നടത്തിയ ഒരു നേതാവിനെ അവസാനമായി കാണാൻ വേണ്ടി, കാർക്കശ്യക്കാരനായ ഒരു നേതാവിനെ അവസാനമായി കാണാൻ വേണ്ടി, പാവങ്ങൾക്കൊപ്പം നിന്ന പടത്തലവനെ അവസാനമായി കാണാൻ വേണ്ടി, അങ്ങനെ സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടി പോരാടിയ ഒരു നേതാവിനെ കാണാൻ വേണ്ടി ആ ജനങ്ങൾ എല്ലായിടത്തും, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഒഴുകിയെത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും VS എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി പറയാതിരിക്കാൻ കഴിയില്ല. VS എന്ന ചുരുക്കെഴുത്തിന് വിവാദങ്ങളുടെ സഖാവെന്ന് വെളിപ്പേരും കൂടിയുണ്ട്. അത്രമാത്രം റിബലായിരുന്നു പാർട്ടിയിൽ VS. അതുകൊണ്ട് തന്നെ മറ്റ് നേതാക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ സമാനതകളില്ലാത്ത പാർട്ടി നടപടികൾക്ക് VS വിധേയനായിട്ടുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ നമുക്ക് പറയേണ്ടി വരും. 64-ലാണ് VS ആദ്യ അച്ചടക്ക നടപടിക്ക് വിധേയനാകുന്നത്. പിന്നീട് ഇന്ത്യ ചൈന യുദ്ധകാലത്ത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി VS-നെയും മറ്റ് നേതാക്കളെയും തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടച്ചതും ചരിത്രമാണ്. ജയിലിനുള്ളിൽ VS രക്തദാനത്തിന് പ്രചാരണം നൽകി. അതിർത്തിയിൽ പോരാടിയിരുന്ന ജവാന്മാർക്ക് രക്തം ദാനം ചെയ്യണമെന്നായിരുന്നു VS-ന്റെ ആവശ്യം. ഇത് ജയിലിനുള്ളിലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ സംഘർഷത്തിനിടയാക്കി. ജയിൽ മോചിതനായ ശേഷം VS-നെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും തരം താഴ്ത്തിയതും ചരിത്രമാണ്. അങ്ങനെ ഒരുപാട് ചരിത്രം VS-ന്റെ ജീവിതരേഖ പരിശോധിച്ചാൽ നമുക്ക് അറിയാം. 1998-ൽ പാലക്കാട് നടന്ന സംസ്ഥാന സമ്മേളനത്തിലെ വെട്ടിനിർത്തലിന്റെ പേരിലായിരുന്നു രണ്ടാമത്തെ നടപടി. പാർട്ടി കേന്ദ്ര കമ്മിറ്റി VS-നെ താക്കീത് ചെയ്തു. പാർട്ടിയിലെ വിരുദ്ധപക്ഷക്കാരോട് VS കാണിക്കുന്ന ശത്രുതാ മനോഭാവം ഉപേക്ഷിക്കണമെന്ന് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്തു. CPM-ലെ വിഭാഗീയതയുടെ പേരിൽ 2007 മെയ് 26-ന് VS-നെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതാണ് പിന്നീട് കണ്ട നടപടി. അന്ന് VS-നൊപ്പം പിണറായി വിജയനും ഇതേ നടപടി നേരിട്ടു. അങ്ങനെ ഒട്ടനവധി നടപടികൾ നേരിട്ട പ്രിയപ്പെട്ട സഖാവ്, പാർട്ടിയിൽ ഒരു തിരുത്തൽ ശക്തിയായി മാറിയ പ്രിയപ്പെട്ട സഖാവ്, അങ്ങനെ കാർക്കശ്യക്കാരനെന്ന് വിളിച്ച പ്രിയപ്പെട്ട സഖാവ്.